ടു സൈലം SSCRRB. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന NTPC എക്സാമിനെ കുറിച്ചാണ്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാം നമ്മൾ എല്ലാവരും കുറേ കാലമായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം ആണ്. കുറേ അധികം വളരെ ഏറ്റവും കൂടുതൽ പേർക്ക് ജോലി നൽകുന്ന ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്വപ്ന ജോലി എന്ന് പറയുന്നത് വളരെയധികം ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. ഇപ്പോഴും തന്നെ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, മിസ്സേ എൻ്റെ ഡ്രീം NTPC ആണ്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നല്ലേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്ന ജോലി, അതായത് നമ്മുടെ NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാംസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേഗം നോക്കാം. നമ്മുടെ NTPC എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എപ്പോഴാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ റെയിൽവേ ആനുവൽ കലണ്ടർ പ്രകാരം ജൂലൈ മാസത്തിനും സെപ്റ്റംബർ മാസത്തിനും ഇടയിലാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ജൂലൈക്കും സെപ്റ്റംബറിനും ഉള്ളിലാണ് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമ്മുടെ നോൺ ടെക്നിക്കൽ NTPC കാറ്റഗറി ഗ്രാജുവേറ്റും ഉണ്ട്, NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റും ഉണ്ട്. ഇതും ജൂലൈ ടു സെപ്റ്റംബറിലും ജൂലൈ മാസത്തിനും സെപ്റ്റംബർ മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇനി വരുന്ന മാസത്തിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നതാണ്. കാരണം വളരെയധികം ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ആണ് NTPC എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ ഓരോ ദിവസം പ്രിപ്പയർ ചെയ്യാൻ വൈകുമ്പോഴും നമ്മുടെ റാങ്ക് ആണ് ബാക്കിലോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ വരുന്ന പോസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിനി ക്ലർക്ക്. ഇനി അണ്ടർ NTPC ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകളാണ് ഗുഡ്സ് ട്രെയിൻസ് മാനേജർ, സ്റ്റേഷൻ മാസ്റ്റർ, ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്. ഇത്രയും പോസ്റ്റുകളാണ് രണ്ട് ലെവലിലുമായിട്ട് വരുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവലും നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും കൂട്ടി ഏകദേശം 35,000-ലധികം വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇരുന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം നമ്മുടെ റെയിൽവേയിൽ ജോലി നേടാം എന്നുള്ള ഒരു കാര്യമാണ് NTPC എക്സാമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏകദേശം 35,000-ഓളം വേക്കൻസീസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അല്ലേ. അപ്പൊ ഇരുന്ന് പഠിക്കാനുള്ള ഒരു മനസ്സാണ് നമ്മൾ മുന്നോട്ട് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ജനറൽ അവയർനെസ്സിനാണ്. അതിപ്പോ CBT 1 ആയിക്കോട്ടെ CBT 2 ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ജനറൽ അവയർനെസ്സിനാണ്. CBT 1 ജനറൽ അവയർനെസ്സിന് 40 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. മാത്സ് 30 മാർക്കാണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 30. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആണ്. എക്സാം ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ്. ഓക്കെ, ഏകദേശം 1.5 മണിക്കൂറാണ് എക്സാം ഉണ്ടാവുക. ജനറൽ അവയർനെസ്സിൽ നിങ്ങൾ മാസ്റ്റർ ആവുകയാണെങ്കിൽ നമ്മുടെ NTPC എക്സാമിലേക്കുള്ള ഒരു പാത വളരെ ഈസിയാണ് അല്ലേ. അപ്പൊ നിങ്ങൾ ഈ കോഴ്സിലെല്ലാം തന്നെ നമ്മുടെ സൈലം SSCRRBയിൽ കോഴ്സ് റണ്ണിങ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് CBT 2ലും ജനറൽ അവയർനെസ് തന്നെയാണ് മാക്സിമം മാർക്ക് വരുന്നത്. 50 മാർക്കിനാണ് ജനറൽ അവയർനെസ്സിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നെക്സ്റ്റ് മാത്തമാറ്റിക്സ് 35, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 35. ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 120 ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം ഡ്യൂറേഷൻ അഗെയിൻ 90 മിനിറ്റ്സ് തന്നെയാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ ജനറൽ അവയർനെസ്സിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത്. അപ്പൊ ഇരുന്ന് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് ജനറൽ അവയർനെസ്സിൽ മാസ്റ്റർ ആവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇതിന് നിങ്ങൾക്ക് നല്ല ക്ലാസ്സും നല്ല ടീച്ചേഴ്സും നല്ല മെറ്റീരിയൽസും ഉണ്ടെങ്കിൽ ജനറൽ അവയർനെസ്സിൽ ഒരു മാസ്റ്റർ ആവുക എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ഉള്ള കാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ.